നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം. എല്ലാ തീരദേശങ്ങളിലും 24 മണിക്കൂർ കൺട്രോൾ റൂം തുടങ്ങിയെന്ന് മന്ത്രി സജി ചെറിയാൻ. ഡൗൺ ബ്രിഡ്ജ് തിരൂർ UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുസ്തഫ അലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ മറൈൻ കോസ്റ്റ് അബുദാബി ജേതാക്കളായി. ശക്തമായ കാറ്റിൽ വീട് തകർന്നു. പടിഞ്ഞാറക്കര മൂന്നങ്ങാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങളും തെങ്ങുകളും വീണ് പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തൃക്കണ്ടൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ നടന്നു. പീപ്പിൾസ് വോയ്സ് മലപ്പുറം 10ാം വാർഷികവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച SIP മീറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. തിരൂർ കോരങ്ങത്ത് മഹല്ല കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി ബോധവൽക്കരണ ക്ലാസ് മഹലിലെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. താനൂർ പണ്ടാരംകടപ്പുറത്ത് വീടിന്റെ പുറത്തുള്ള ബാത്റൂമിൽ പോകാനിറങ്ങിയ യുവതിയുടെ തലക്കടിച്ച് സ്വർണ്ണാഭരണം കവർന്നു. തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ 91-93 പ്രീ ഡിഗ്രി കോഴ്സ് ബാച്ച് കുടുംബസംഗമവും അധ്യാപകരെയും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. പരിയാവരം നവയുഗ വായനശാല സമീപപ്രദേശത്തെ വാർഡുകളിലെ മുഴുവൻ അംഗനവാടികളിൽ നിന്നും പഠനം പൂർത്തിയാക്കി വിദ്യാലയങ്ങളിൽ ചേരുന്ന കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. P. രമാദേവി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന TK ബാബുവിന് ചെറിയമുണ്ടം പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ജനകീയ യാത്രയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്ത ഉള്ളിലും പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.